എൻ്റെ പേര് ജെയിംസ്. ഞാനിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും വലിയൊരു അനുഗ്രഹത്തിലാണ്. എൻ്റെ പേര് ജെയിംസ്. ഞാൻ ചെമ്പുമുക്ക് കെനഡി മുക്കിൽ താമസിക്കുന്നു. സെയിൻറ്റ് മൈക്കിൾ ചർച്ചിൻ്റെ പാരിഷ് മെമ്പറാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 20/6/23 അത് വളരെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടിലും കടങ്ങളിലും അടുത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു വ്യാകുലത്തിലിരിക്കുന്ന ഒരു 6-7 വർഷങ്ങൾ കടങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ജോലി അന്വേഷിച്ച് ജോലി കിട്ടുന്നില്ല. ബിസിനസ് ഞാനൊരു കൺസൾട്ടൻസി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അതിലൊരു സക്സസ് നടക്കുന്നില്ല. ആൾക്കാരായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് തിരിച്ച് കടം കൊടുക്കാൻ പറ്റുന്നില്ല, വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഭാര്യ അരുൾ മേരി, ഇത് രണ്ടാമത്തെ മകൾ ഷേർലി ജെയിംസ്. ഇവർക്കുണ്ടായ അനുഗ്രഹങ്ങളും കൂടിയും അറിയാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പല പള്ളികളിലേക്കും പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പല പള്ളികളിൽ നിന്നും എനിക്ക് ഇല്ലെങ്കിൽ വഴിയിൽ നിന്നും ആൾക്കാരുടെ അടുത്ത് നിന്ന് മാതാവിൻ്റെ പത്രം കിട്ടുമായിരുന്നു. വൈഫിന് മലയാളം വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് വൈഫ് എപ്പോഴും ആ പത്രം കിട്ടുമ്പോൾ എനിക്ക് തരും. ഞാനത് മടക്കി ഓൾട്ടറിൽ വയ്ക്കും. ഓക്കെ, അല്ലാതെ ഞാൻ തുറന്ന് വായിക്കാനോ അങ്ങനെ ഒരു മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, എല്ലാ വിധത്തിലും ഭയങ്കര ഒരു പ്രശ്നങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെ വിഷമമായിരുന്നു. എനിക്ക് അത് എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകേണ്ടതെന്ന് പോലും വളരെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ 19-ാം തീയതി ഒക്കെ എത്തുന്നത്. ഇവിടെ വരുന്നതിന് ഒരു ദിവസം മുമ്പ് പുള്ളി പറഞ്ഞു, ഒരു സ്ഥലം വരെ പോവാം, ജെയിംസ് ഏട്ടൻ വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി പോകാമെന്ന് വിചാരിച്ചു. പുള്ളിയുടെ കാറിൽ കയറിയ ഉടനെ പുള്ളി ഈ പത്രം എടുത്തു തന്നു. ജെയിംസ് ഏട്ടൻ എങ്ങനെ പോകുന്ന ജീവിതം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്കറിയാലോ ഇങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ ഈ പള്ളിയിലേക്ക് പോകും, ഉടമ്പടി എടുക്കും, ജെയിംസിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഞാനത് ചിരിച്ച് തള്ളി. എന്നാലും ഞാൻ ആ പത്രം അവിടെ ഇരുന്ന് വായിച്ചു, ഒരു അരമണിക്കൂർ വായിച്ചു. ഞങ്ങൾ ആ പോകേണ്ട സ്ഥലത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. പുള്ളി എനിക്ക് ഒരു 1000 രൂപ തന്ന് സഹായിച്ചു ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പത്രം വായിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. പിറ്റേ ദിവസം കാലത്ത് തന്നെ, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാലത്ത് തന്നെ ഞാനിവിടെ ബസ്സിന് വേണ്ടി കാത്തുനിന്നു. എനിക്ക് വണ്ടിയൊന്നുമില്ല, ബസ്സിന് വേണ്ടി കാത്തുനിന്നു. ബസ് കിട്ടിയതിന് ശേഷം ഞാനിവിടെ എത്തി. ഞാനിവിടെ പോയി ഒരു യാന്ത്രികമായി പോയി ഉടമ്പടി എടുത്തു. പലരോടും ചോദിച്ചു, പലരും എന്നെ സഹായിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ സ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് ഇങ്ങനെ കരഞ്ഞിരിക്കുന്നതെന്ന്. ഒരു 1.5 മണിക്കൂർ നിന്ന് കരഞ്ഞിട്ടുണ്ടാവും. എന്നാൽ എന്ത് ചെയ്യണം, എനിക്ക് ഇവിടുന്ന് പോകണ്ട, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അവസാനം ഞാൻ ഈവനിങ് ആയപ്പോൾ ഞാൻ പതിയെ നടന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ശരീരം മുഴുവൻ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേറെ ആരുമില്ല, അമ്മ ഈശോ തമ്പുരാനോട് മധ്യസ്ഥയായിരുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു സക്സസ്സും വരുന്നില്ല. വീട്ടിലാണെങ്കിൽ ഭയങ്കര ഓരോ കാര്യത്തിൻ്റെ വിഷമങ്ങളും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം. പൊതുവെ എൻ്റെ ശരീരം എല്ലാ ദിവസവും ഇക്കാലത്ത് എണീക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങിയ ശേഷം നമ്മളുടെ വിരൽ പൊട്ടുന്ന ആ സൗണ്ട് കേൾക്കുന്ന മാതിരി ശരീരമാകെ ഒരു കുളിര് ചൊരിയുന്നു. പിന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ പറന്നു പോകുന്ന മാതിരി ഒരു ഫീലിംഗ്. പിന്നെ എനിക്ക് എന്ന് പറയുന്ന ആ പെയിൻ ഇതുവരെയ്ക്കും വന്നിട്ടില്ല. 6 വർഷമായിട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത പെയിനത്. എല്ലാ ജോയിൻറ്റ് പെയിനുകളും ഉണ്ടായിരുന്നിട്ട് ഞാനത് സഹിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു പറഞ്ഞത്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ആ പെയിൻ ഇല്ലാതെയായി. ഞാൻ വീട്ടിലെത്തിയ ഉടനെ വൈഫിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞു. അന്ന് ഞാൻ രാത്രിയിൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ പോയി പ്രാർത്ഥിച്ച് പത്രങ്ങളൊക്കെ കൊടുത്തു. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ
ആ പുള്ളി തന്ന 1000 രൂപയിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിൻ്റെ നടുവിൽ എനിക്ക് 2 SMS വരുന്നു. ഒരു SMS-ഉം ഒരു വാട്സപ്പും വരുന്നു. നിങ്ങളുടെ പ്രൊജക്റ്റ് സക്സസ്സായി, നിങ്ങൾ ബില്ല് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളെന്താ ഈ ഫുൾ പേയ്മെൻറ്റ് ബില്ല് ചെയ്തോളാൻ പറയുന്നത്? നമുക്ക് ട്രാൻസിയായിട്ട് കിട്ടുന്നതാണല്ലോ, പാർട്ട് ബൈ പാർട്ട്. ഇല്ലല്ല, അതെന്തോ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുത്തു, നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾ ബില്ല് ചെയ്തോളൂ എന്ന്. അത് അവർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഞാനൊരു 500 രൂപയുടെ നോട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് വർഷങ്ങളായിരുന്നു. അന്ന് ആ പേയ്മെൻറ്റിൻ്റെ കാര്യം പിന്നെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പേയ്മെൻറ്റ് വരും ചെയ്തു എനിക്ക്. അങ്ങനെ മാതാവ് എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തു, ഹെൽത്ത് വൈസ് സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വൈഫിന് തൊണ്ടയിൽ ഒരു മുഴമാരി വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ വൈഫ് പറഞ്ഞു, വേണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ച് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽ പുരട്ടി ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് 3-ാം ദിവസം ആ മുഴ എവിടെ പോയെന്ന് അറിയില്ല. തൈറോയിഡിൻ്റെ മുഴയായിരുന്നു. അതെവിടെ ഇതുവരെയ്ക്കും അവർക്ക് ആ പ്രശ്നം തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എൻ്റെ മോള് 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിൽ. അവൾ പറഞ്ഞു, പപ്പ അത് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്, എനിക്കിത് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അവൾ ജോലിയും ചെയ്യുന്നുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ താഴെ നിന്ന് പ്രാർത്ഥിക്കാൻ നിൻ്റെ കോളേജിൻ്റെ, നീ മേലെ പോയി ധൈര്യമായിട്ട് എഴുത്, നീ പാസ്സാവും, നിനക്ക് വലിയ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പ്രാവശ്യം നീ പാസ്സാവും. അങ്ങനെ അവൾ പോയി എക്സാം ചെയ്തു. എക്സാം ചെയ്തിട്ട് അവൾ താഴെ വന്നിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, പപ്പ, ഞാൻ എക്സാം എഴുതുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് മാതാവായിരിക്കും മോളെ, ഞാൻ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കണ്ടായിരുന്നില്ലേ. അവൾക്കറിയില്ല ഈ മുല്ലപ്പൂവിൻ്റെ കാര്യം, ഒന്നും അറിയില്ല. അവൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാണ് മുല്ലപ്പൂവിൻ്റെ. ഞാൻ പറഞ്ഞു, ഈ എക്സാമിൽ നീ പാസ്സാവും. അങ്ങനെ അവൾ വലിയ മാർക്കില്ല, പക്ഷേ അവൾ പാസ്സായി. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു US കമ്പനിയിൽ 1 വർഷമായിട്ട് ജോലി ചെയ്യുന്നു, ഗുഡ്ഗാവിൽ. പിന്നെ പ്രത്യേകിച്ച് പത്രങ്ങൾ എല്ലാ പ്രാവശ്യം ഇവിടെ വന്ന് പത്രം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്, വഴിയോരത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ക്രൈസ്തവരായാലോ അക്രൈസ്തവരായാലോ ഞാൻ നോക്കാറില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹങ്ങൾ കിട്ടണേ കർത്താവെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റേതായിട്ടുള്ള പല മുടക്കങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മോട് ക്ഷമ ചോദിക്കുന്നു ഇവിടെ വെച്ചിട്ട്. ഞാൻ ഉടമ്പടിയിൽ ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഭാര്യയായിട്ട് പോയി എന്താ പറയുക, കുർബാന കാണാറുണ്ട്. ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ പട്ടിണി കിടന്ന് ഓരോ ദിവസം ഞങ്ങൾ ഈ ചോറിൽ ഉപ്പും അച്ചാറും മിക്സ് ചെയ്ത് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഉടമ്പടി എടുത്തതിന് ശേഷം, എന്ന് എനിക്ക് ഏത് ഇൻകം കിട്ടിയാലും അതിൻ്റെ 0.5 കർത്താവിലേക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ആ കാശ് തൊടുള്ളൂ. അത് ഇതുവരെയ്ക്കും ഞാൻ പാലിച്ചിട്ടുണ്ട്. വൃതമന്ദിരത്തിൽ പോയി ഞാൻ അവർക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ ഞാൻ ഒരു പ്രൊജക്റ്റ് കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇന്ന സമയത്ത് കാശ് കിട്ടുന്നില്ല, പക്ഷെ കാശ് കിട്ടിയ ഉടനെ അത് കൊണ്ടുപോയി അത് ഞങ്ങളൊരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദേവകുമാരനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തോടും ഇത്രയും കാരുണ്യം കാണിച്ച അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 28-ാം തിരുവചനം. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ഉടമ്പടി ഒരു ഉടൻ പരിഹാരമാണ് എന്നുള്ളതിൻ്റെ വലിയ ഒരു ബോധ്യത്തിലേക്ക് ജെയിംസ് എന്ന സഹോദരൻ കുടുംബത്തോടൊപ്പം വന്ന് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ നമുക്കും വിശ്വസിക്കാവുന്നതിലപ്പുറം നമ്മെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോഴിവിടെ ഏറ്റുപറഞ്ഞത്. ജെയിംസ് എന്ന ഈ സഹോദരന് ഉടൻ പരിഹാരം നൽകിയ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഈശോ അവരുടെ കുടുംബത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ
കർത്താവ് നമ്മെ തൊട്ടാൽ അടുത്ത പടി നമുക്കുള്ള നമ്മുടെ വലിയ ഒരു ബോധ്യം, എനിക്ക് ഈശോയെ തൊടണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. ജെയിംസ് ഇന്നത് നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ 7 വർഷത്തോളം വളരെ ശരീരവേദനയും അതുപോലെ തന്നെ വലിയ ഒരു കടഭാരവും പേറി നടന്നിരുന്ന വ്യക്തിയാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. ഈശോ തിരഞ്ഞെടുക്കുന്നവർ, തനിക്കിഷ്ടമുള്ളവരെയാണ് ഈശോ മലമുകളിൽ കയറി പേര് ചൊല്ലി വിളിച്ചത്. നാം ഇവിടേക്ക് വരുന്നത് എപ്പോഴും നമ്മുടെ തന്നെ ഇനീഷ്യേറ്റീവിൽ അതിനേക്കാളധികം പരിശുദ്ധ അമ്മ നമ്മെ തേടിപ്പിടിച്ച് ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണ് കൃപാസനം ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതിയിൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ അസസ്മെൻ്റ് ഒരു വിഷയാധിഷ്ഠിതമാണെങ്കിൽ നമുക്കറിയാം, അത് ആ വ്യക്തി എപ്പോഴും എൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളുടെ എല്ലാം നടപ്പിനെക്കുറിച്ചായിരിക്കും അവർ അധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സഹോദരന് പറയാനുള്ളത്, ഞാൻ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. എൻ്റെ വിശന്ന അവസ്ഥയിലെല്ലാം ഞാനിപ്പോൾ വിശക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ വിശന്ന അവസ്ഥയിലെല്ലാം ഞാൻ ഈശോയെ ദർശിച്ചുകൊണ്ട് എനിക്ക് കിട്ടുന്ന പ്രോജക്റ്റിലെ എൻ്റെ ദശാംശം ഞാൻ കൃത്യമായി വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാനായി ഞാൻ ഉപയോഗിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഇതൊരു ചെയ്യുന്ന പ്രാർത്ഥനാ പ്രവൃത്തിയാണ്. എപ്പോഴെല്ലാം ഈശോയ്ക്ക് വിശന്നുവോ, ഈശോയ്ക്ക് ദാഹിച്ചുവോ, ഈശോയെ നഗ്നനായി കണ്ടു, അവിടെയെല്ലാം ഞാൻ ഈശോയെ ചെന്ന് കണ്ട് ഈശോയ്ക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്ത ജീവിതാനുഭവങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് മറ്റുള്ളവരോട് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഈശോയെയാണ് ഞാൻ അനുഭവിച്ചത് എന്ന് നമുക്ക് പറയാനാവുക. മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു ഉത്തരമുണ്ട്, നിങ്ങൾ പറയുന്നത് എന്താണ്? ഇന്ന് ജെയിംസിന് ഈശോ എനിക്ക് ആരാണ്, പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, വൈഫിൻ്റെ തൊണ്ടയിലുണ്ടായിരുന്ന ഒരു മുഴ അവരെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അത് അപ്രത്യക്ഷമാവുകയും അവർക്ക് വലിയ ഒരു ഹീലിംഗ് നൽകുകയും ഉണ്ടായി എന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ കൃത്യമായി മകളുടെ പരീക്ഷാ സമയങ്ങളിലും മകൾക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിൻ്റെ ഒരു വലിയ അനുഭവം ആ മകൾക്കുണ്ടായി. അപ്പൻ കൊടുത്ത ഒരു ഉറപ്പായിരുന്നു അത്, ഞാൻ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുള്ള ആവശ്യമായ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിലൂടെ നിനക്ക് നൽകും, ഈശോയുടെ കൃപ നിനക്കുണ്ടാകും. അങ്ങനെ കൃപയിലൂടെ സഞ്ചരിക്കാൻ ഈ കുടുംബത്തെ ഇന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി ഞാൻ കുമ്പസാരിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിച്ചു. ഈശോയെ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചു അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് എപ്പോഴെങ്കിലും ഞാൻ അകന്നുപോയി എന്ന് തോന്നിയാൽ ഞാൻ ഉടനെ കുമ്പസാരിക്കുന്ന ഒരു സ്വഭാവ വിശേഷത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അങ്ങനെ ഉടമ്പടി നമ്മെ വഴിമാറ്റി നമ്മെ കൊണ്ടുപോയി നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ അനുഭവം ഇന്ന് ഈ ജെയിംസ് എന്ന ഈ സഹോദരന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിത്യതയാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ഇറ്റേണൽ കവനൻ്റ്. അവിടേക്ക് നമുക്ക് നടക്കാനായിട്ട് പരിശ്രമിക്കാം. ജെയിംസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.